മത്സരൂപത്തെയും ധ്യാനിച്ചിരിക്കുന്ന മത്സരമില്ലാതെ പത്നിമാരുടെ ചിത്തത്തിലേവം ഗ്രഹിപ്പിക്ക. നിങ്ങളെന്നുത്തമൻ വാക്കു കേട്ടോരു ഗോപാലനും ചെന്നു പറഞ്ഞതു കേട്ടു പത്യാഗ. പുനരൊന്നിച്ചു പത്നിമാർ കൂടി പുറപ്പെട്ടു. മാനസശുദ്ധിയോട് അന്നാദികളെടുത്ത് ആനയിക്കുമ്പോൾ തടുത്തിതു വിപ്രരും. ആയതിന്നേതുമേ നിന്നീലവർകളും മായാമയൻ കൃഷ്ണസന്നിധോ ചെന്ന് അവർ മായാമലർപ്രഭവെല്ലും നിറത്തോടും ചായലും പിഞ്ചവും കൂടി ബന്ധിച്ച് അതിശോഭനമാ തിലഗോജ്ജല ഭംഗിയും സുന്ദരാഭാങ്കനാഭയും നാസയോ കുന്തപുഷ്പപ്രഭവെല്ലുന്ന ദന്തവും ചെന്തൊണ്ടിവായ് മലർ കുണ്ടലഖണ്ഡങ്ങൾ ചന്തമിഴും വനമാലയും മാലയും പീതവസനവും രക്തകാഞ്ചി മറ്റും ചേതോ വിമോഹന നൂപൂര ഭംഗിയും കങ്കണം തോൾവള രത്നാങ്കുലീയവും പങ്കജം വേണവും കൈകളിലെങ്കിലും തൻകരമൊന്നു ശ്രീദാമാവു തന്നെ കന്തരെ വെച്ചു. ഗോപാലരെ നോക്കിയും യോഗയോഗേശനാം കൃഷ്ണനെ കണ്ടൊരു യോഗിനീമാർ ആദിഭദ്യ വണങ്ങിനാർ. നേത്രം സഫലം നമുക്കൊന്ന് ചിന്തിച്ചു. നേത്രേണ കൃഷ്ണഗാത്രമകത്താക്കിനാർ. ചിന്തിച്ചിരുന്നു യഥേഷ്ടമല്ല അവരന്തരമെന്നീ ലഭിച്ചു. ധ്രുവോത്തമ കാരുണ്യമൂർത്തിയാം കൃഷ്ണനങ്ങാരണ നാരികളോടൊരു മന്ദഹാസ്വാനിതം മന്ദം പറഞ്ഞു സുഖമല്ലി എല്ലാവർക്കും മഞ്ഞിടത്തിൽ അതിമുഖ്യരല്ലോ നിങ്ങൾ. എന്നാൽ ഇനി എന്തു വേണ്ടത് ചൊല്ലുവൻ. തന്നെ ഭർത്തപുത്രാദി സകലവും നന്നായുപേക്ഷിച്ചു ചിത്തത്തിൽ എന്നെയും വന്നിച്ചുറപ്പിച്ചുകൊണ്ടു വഴി പോലെ വന്നതുമൂലം അതിദുഷ്ടനായി ഞാൻ അന്യ ഉപേക്ഷിച്ചു സേവിപ്പവർക്കെന്നും വന്നുകൂടാ ജന്മസംസാര ദുഃഖവും പറ്റിയോടെന്നെ ഭജിക്കുന്നവർക്കാശു മുക്തി കൊടുക്കൂ അതിനില്ല സംശയം. കൃഷ്ണ ഹരേ